ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വൺ സ്പ്രിംഗ് നൈറ്റിന്റെ 13ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ലീൻ ജീഹുവും അന്ന് രാത്രി ജീഹുവിന്റെ അപ്പാർട്ട്മെന്റിലാണല്ലോ കിടന്നത്. എന്നാൽ രാത്രിയായപ്പോഴേക്കും ജീഹു ആകട്ടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ കഥകടച്ചിട്ട് പുറത്തേക്ക് വന്നിരുന്നു. കാരണം അവൻ അവിടെ കിടക്കാൻ സ്ഥലം പോലുമില്ല. ആ ബെഡ് മുഴുവൻ നമ്മുടെ ലീ കയ്യേറി കഴിഞ്ഞിരുന്നു. അതേസമയം ലീയുടെ അപ്പാർട്ട്മെന്റിൽ ജെയിൻ കിടന്നുറങ്ങുന്നതും കാണിക്കുന്നുണ്ട്. അവളും ആ ബെഡ് മുഴുവൻ കവർ ചെയ്തായിരുന്നു കിടന്നുറങ്ങുന്നത്. ഈ രണ്ട് സിസ്റ്റേഴ്സും കൂടി ഒരുമിച്ച് എന്തായാലും കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി താഴെയിടും. അതുകൊണ്ടാണ് അവർ പോലും ഒരുമിച്ച് കിടക്കാത്തത്. ഇവിടെ നമ്മുടെ ജീഹുവിനും ലീയുടെ കൂടെ കിടക്കാൻ പറ്റാഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. അവൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ജീഹു ആകട്ടെ സോഫയിൽ കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അവൾ അവനോട് സോറി പറയുന്നു. തലേന്ന് രാത്രി താൻ കാരണം നിന്റെ ഉറക്കം ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൾ ആ സോഫയിൽ അവന്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അവസാനം രണ്ടുപേർക്കും കൂടെ കിടക്കാൻ സ്ഥലമില്ലാതെ അവിടെ നിന്നും രണ്ടും കൂടി താഴെ വീഴുകയാണ്. ഇവിടെ ജെയിനാകട്ടെ സോയിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളോട് അമ്മ ചോദിക്കുന്നുണ്ട് ലീ എവിടെയെന്ന്. അവൾ തലേന്ന് രാത്രി വന്നില്ല എന്ന് പറയുന്നു. പിന്നെ എവിടെ അവൾ കിടന്നുറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ജെയിൻ പറയുന്നുണ്ട് അവൾ സോങ്ങിന്റെ അപ്പാർട്ട്മെന്റിലായിരുന്നു അവളുടെ കൂടെ കിടന്നുറങ്ങിയതെന്ന്. ഇവിടെ സോങ് ആകട്ടെ രാവിലെ പ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. ലീ എവിടേക്ക് വന്നിട്ട് കാര്യം ചോദിക്കുന്നത് എന്തു പറ്റിയെന്ന്. ഞാൻ ജീഹുവിന്റെ അപ്പാർട്ട്മെന്റിൽ കിടന്നതാണ് നിന്റെ പ്രശ്നം, അതൊന്നുമല്ല എന്റെ പ്രശ്നം. നിന്റെ ആ ഓൾഡ് ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ജീസോക്ക്, അവൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ല, ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കുന്നില്ല. എന്തൊരു ദുഷ്ടനവൻ. ലീയുമായിട്ട് പാച്ചപ്പ് ആകാൻ വേണ്ടിട്ട് സോങ്ങിന്റെ സഹായം തേടാൻ വേണ്ടിയിട്ടായിരുന്നു അവന്റെ ആ ഒരു വരവ്. അത് മനസ്സിലാക്കി ലീ ആകട്ടെ ജീസോക്കിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് സോങ്ങിനെ കാണണമെന്നൊന്നും വരേണ്ട കാര്യമില്ല. മാത്രമല്ല ഞാനും ജീഹുവും തമ്മിലുള്ള കാര്യം ഞാൻ എന്റെ പേരൻസിനോടും പറയാൻ പോവുകയാണ്. നിനക്കല്ലേലും അതല്ലേ വേണ്ടുന്നത്. അല്ലെങ്കിൽ നീ എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ എല്ലാം തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. അത് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. ഇനി നീ എന്തൊക്കെ സ്ട്രാറ്റജി ഇറക്കിയാൽ ഒരു കാര്യമില്ലെന്നും ഞാൻ എന്തിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നതെന്നും അവൾ പറയുന്നു. എന്നിട്ട് അവൾ തിരിച്ച് ജീഹുവിന്റെ അടുത്തെത്തി. ജീസോക്ക് കാണിക്കുന്ന ഈ കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ ജീഹുവിനോട് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്നുണ്ട്. എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ സഹിക്കുക. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലാകുന്നില്ല. അതിനിടയ്ക്ക് അവളുടെ അമ്മ വിളിച്ചിട്ട് നീ എവിടെയാ കിടന്ന് ഉറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. താൻ സോങ്ങിന്റെ പ്ലേസിലാണെന്നൊക്കെയാണ് ഇവള് പറയുന്നത്. ഇവളിങ്ങനെ കള്ളം പറയുന്നൊക്കെ കേട്ടിട്ട് ജീഹുവിന് ചിരി വരുന്നുണ്ട്. ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ലീയുടെ അമ്മയ്ക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു അവൾ എവിടെയായിരുന്നു എന്നുള്ള കാര്യത്തില്. സോയിനോട് ചോദിക്കുന്നുണ്ട് ലീ ഇഷ്ടപ്പെടുന്ന ആ പയ്യനെ കുറിച്ച് നിനക്കറിയാമോ എന്ന്. ഞാൻ ഒരു തവണ കണ്ടിരുന്നു എന്നാണ് സോയിൻ പറയുന്നത്. അവളുടെ ഏജിലുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് അതെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവൾ അപ്പോഴും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. ജിഹുവിന് ഒരു കുട്ടിയുള്ള കാര്യം അവരായിട്ട് എന്തായാലും അമ്മയോട് പറയേണ്ട എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ലീ തന്നെ തുറന്ന് പറയുന്നതാണ് നല്ലത്. ഇവിടെ ജീസോക്കാകട്ടെ ലീയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും അവളെ കാണുന്നുണ്ടായിരുന്നില്ല. അതേസമയം ജീഹുവും ലിയോ ആകട്ടെ അവരുടെ ഫ്ളാറ്റിൽ ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അവിടെ എല്ലാം തന്നെ ക്ലീൻ ആക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും ലീയെ കാണാത്ത കാരണം ജീസോക്ക് നേരെ ജീഹുവിന്റെ പ്ലേസിലെത്തി. അവന്റെ റൂമിൽ വന്ന് കോളിംബെല്ലടിക്കുമ്പോൾ ഡോർ തുറക്കുന്നതാകട്ടെ ഹ്യൂൻസു ആയിരുന്നു. കൂടെ പാർക്കും ഉണ്ടായിരുന്നു. ജീഹു ഇവിടെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവൻ പുറത്തേക്ക് പോയിരിക്കുക. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നതാണെന്നാണ് ഇവര് പറയുന്നത്. ജീസോക്ക് ലീ അന്വേഷിച്ചാണ് എവിടേക്ക് വന്നതെന്ന് ഹ്യൂൻസുവിനും പാർക്കിനും മനസ്സിലായി. അതിനു മുൻപ് തന്നെ ജീഹുവും ലീയും ഇവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ലീയെ കാണാൻ അവളുടെ അമ്മ വരുന്നതാണ്. അവളോട് അമ്മ പറയുന്നുണ്ട് അച്ഛന് നീ ഇപ്പോൾ സ്നേഹിക്കുന്ന പയ്യനെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട് എന്തോ അറിയില്ല, ചിലപ്പോൾ നിന്റെ അച്ഛന്റെ മനസ്സ് മാറി കാണും. എന്തായാലും അവനെ ഒന്ന് കാണണമെന്നാണ് അച്ഛൻ പറയുന്നത്. ജീസോക്കിൽ നിന്നും അച്ഛൻ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് അമ്മയോട് അവൾ ചോദിക്കുന്നു. അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴേക്കും ലീ ആകെ ടെൻഷനായി. എന്തുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ എന്ന് അവളുടെ അമ്മ പറയുന്നു. ലീ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജീഹുവിനൊരു മകനുണ്ടെന്ന്. എന്നിട്ട് അവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. അമ്മ ഇതിന്റെ പേരിൽ ഞങ്ങളെ തമ്മിൽ അകറ്റാൻ നിൽക്കരുത്. ഞാൻ അവനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഭാവി ജീവിതത്തിൽ അവനില്ലാതെ എനിക്ക് ഒട്ടും തന്നെ പറ്റില്ല. അങ്ങനെ വല്ലാതെ അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അവളുടെ അവസ്ഥ അവളുടെ അമ്മയ്ക്ക് മനസ്സിലായി. എന്നാലും അവനൊരു കുട്ടിയുണ്ടെന്നറിഞ്ഞപ്പോൾ അവരാകെ ഷോക്കായിരുന്നു. പക്ഷെ അവർക്ക് വലിയ ദേഷ്യമൊന്നും തന്നെ വരുന്നില്ല. കാരണം സോയിന്റെ അവസ്ഥ അവർക്ക് മനസ്സിലാകും. ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിച്ചിട്ട് ഇവളുടെ ജീവിതം കൂടി നശിപ്പിക്കാത്തതാ നല്ലതെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ശരി തന്റെ മകളുടെ ഭാഗത്ത് തന്നെ നിൽക്കാനായിരുന്നു ആ അമ്മയുടെ തീരുമാനം. ഒരു കുട്ടിയുണ്ടായിട്ട് നീ അവനെ സ്നേഹിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവൻ അത്രയധികം നല്ല വ്യക്തിയായിരിക്കും. അല്ലാതെ ഒരിക്കലും നീ അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കരഞ്ഞ് സംസാരിക്കുകയോ അവനെ ഇത്രയധികം സ്നേഹിക്കുകയോ ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അവളുടെ അമ്മ പറയുന്നത്. ഇവിടെ ജീസോക്കാകട്ടെ ഹ്യൂൻസിനോട് ചോദിക്കുന്നുണ്ട് ജീഹുവിന്റെ പ്ലേസിൽ ഞാൻ വന്ന കാര്യം അവനോട് നീ പറഞ്ഞു എന്ന്. നീ കാണാൻ വന്ന കാര്യം ഞാൻ അവനോട് സൂചിപ്പിച്ചിരുന്നു എന്നാണ് ഹ്യൂൻസ് പറയുന്നത്. ഇവിടെ ലീയുടെ അച്ഛനാകട്ടെ കോണിനോട് ഇപ്പോൾ ജീസോക്കിന്റെ ലീഡയും കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. വർക്കിന്റെ കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. കോണാകട്ടെ അയാളെ വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ വിളിച്ചിട്ട് പോലും ലീയുടെ അച്ഛൻ പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ദിവസം അയാൾ ലീയുടെ അച്ഛനോട് മോശമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് ഇയാൾക്ക് തിരിച്ചും അത്രയ്ക്കുള്ള റെസ്പെക്ട് ഒക്കെ കൊടുത്താൽ മതി എന്ന് ലീയുടെ അച്ഛന് തോന്നുന്നു. ഇവിടെ ജീഹു ആയിട്ട് ലീയെ വിളിച്ചിട്ട് ഒരു വിവരമില്ലാത്ത കാരണം അവളുടെ ഓഫീസിലെത്തുന്നു. അവൾ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം അവൻ ടെൻഷനായിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. അവിടെ ഒരു തിയേറ്ററിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന അവളെ കാണുമ്പോൾ അവൻ ആകെ തകർന്നു പോയി. അവൻ അവളുടെ അടുത്ത് വന്നിരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കാര്യമെല്ലാം തന്നെ താൻ അമ്മയോട് പറഞ്ഞു. അമ്മേനോട് അധികം ദേഷ്യപ്പെട്ടൊന്നുമില്ല. എന്തിനും ഏതിനും അമ്മ എന്റെ കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞതെന്നും അവൾ പറയുന്നു. അത് കേട്ടപ്പോൾ ജീഹുവിന് കുറച്ച്
ആശ്വാസം തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് പരസ്പരം കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ ലൈബ്രറിയിലേക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അവളെ പല ജോലികളിലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അവർക്കിടയിൽ ഒരുപാട് നല്ല റൊമാൻറ്റിക് നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. ഇവിടെ ലീയുടെ അമ്മയാകട്ടെ സോയിനിൽ നിന്നും ജയിലിൽ നിന്നും ജീഹുവിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നുണ്ട്. ജീഹുവിന്റെ അച്ഛനും അമ്മയും ഡ്രൈ ക്ലീനിങ് ഷോപ്പ് നടത്തുന്നതിനെ പറ്റിയും ജീഹുവിന്റെ മകൻ യൂനുവിനെ പറ്റിയും എല്ലാം തന്നെ. യൂനുവിനോട് താൻ സംസാരിച്ചിരുന്നു, നല്ല കുട്ടിയാണെന്നൊക്കെ ജെയിൻ പറയുന്നു. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, ജീഹു നല്ല വ്യക്തിയാണ്, എനിക്ക് നല്ലപോലെ അറിയാവുന്നവനാണെന്നൊക്കെ ജെയിൻ പറയുന്നു. അതുകൊണ്ട് അമ്മ എന്തായാലും അവനെ ഒന്ന് നേരിട്ട് കാണണം. ഇവിടെ നാബാകട്ടെ അയാളുടെ ഒരു ഫ്രണ്ടിൽ നിന്നും ഡിവോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ ഭാര്യ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ജയിലിൽ അകപ്പെടുന്ന കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് മനസ്സിലാക്കിയതോടുകൂടി നാം ഒന്ന് പേടിക്കുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും സോയിൻ ആഗ്രഹിക്കുന്ന പോലെ അവൾക്ക് ഡിവോഴ്സ് തന്നെ കൊടുക്കേണ്ടി വരുമെന്ന് നാമിന് മനസ്സിലാക്കാൻ തുടങ്ങി. വൈകുന്നേരം ആയപ്പോൾ ജീസോക്കാകട്ടെ ലീയെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ലൈബ്രറിയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് അവൻ കാണുന്നതാകട്ടെ ജീഹുവും ലീയും ഒരുമിച്ച് വരുന്നതാണ്. അത് കണ്ട് ജീസോക്കിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ജീസോക്ക് വണ്ടിയുമായിട്ട് അവിടെ നിൽക്കുന്നത് ജീഹു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ ലീയെ കാറിനുള്ളിലേക്ക് കയറ്റിയിരുത്തിയിട്ട് ജീസോക്കിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ നിന്ന് അവനെ നോക്കിക്കൊണ്ട് അവനെ കോൾ ചെയ്തെങ്കിലും ജീസോക്ക് കോൾ എടുക്കുന്നില്ല. അത് കാരണം ജീഹു തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി വണ്ടി എടുത്തുകൊണ്ട് പോയി. ലീയും ജീഹു നേരെ പോകുന്നത് ജീഹുവിന്റെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. ജീസോക്കാകട്ടെ അവരെ ഫോളോ ചെയ്ത് വരുന്നുമുണ്ട്. നീ അപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോക്കൊള്ളൂ, ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പതിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ജീസോക്കാകട്ടെ ബാക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവൻ കാണുന്നുണ്ട് ലീ തനിയെ മുകളിലേക്ക് കയറി പോകുന്നതും ജീഹുവിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നതും എല്ലാം തന്നെ. ജീസോക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ജീഹു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജീഹു അവനോട് വന്ന് പറയുന്നുണ്ട്, ഇത് കാണുമ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഞങ്ങൾ എത്രയധികം ക്ലോസ് ആയി എന്ന്. ജീസോക്കും അത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. ലീ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി അവന്റെ ഫ്ലാറ്റിന്റെ ഡോർ ലോക്ക് പോലും ഓപ്പൺ ചെയ്ത് കയറി പോകണമെങ്കിൽ അവർ അത്രത്തോളം അടുത്തിട്ടുണ്ടാകും. നിനക്കിനി ലീയെ ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയെങ്കിൽ മാത്രമേ നടക്കൂ എന്നാണ് ജീഹു അവനോട് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്ന് എന്തായാലും നീ പ്രതീക്ഷിച്ചിരിക്കണ്ട. എന്നാൽ ജീസോക്കാകട്ടെ അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. അവളോട് താഴേക്ക് ഇറങ്ങി വരാൻ പറ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ചു നേരമായിട്ടും ജീഹുവിനെ കാണാത്ത കാരണം ലീ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ലീ അവർക്കിടയിലേക്ക് വരുന്നു. ഇത്ര പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാവാത്തത്? നീനും നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോളാൻ അവൾ പറയുന്നു. എന്റെ ഫാമിലിയോ എന്റെ ഫ്രണ്ട്സിനെയോ ആരെ വേണമെങ്കിലും കണ്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്താണെങ്കിലും ഞാൻ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. ഇവിടെ സോയിന്റെ അടുത്തേക്കാകട്ടെ നാം വരുന്നുണ്ട്. ജെയിനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. വാതിൽ താമസിച്ചു തുറന്നതിന് വഴക്കം പറഞ്ഞുകൊണ്ടാണ് നാം അകത്തേക്ക് വരുന്നത്. ജെയിനെ കണ്ടതും സോയിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവിടെ ഇരുന്ന് ഡിവോഴ്സിനെ പറ്റി സംസാരിക്കുന്നു. സോയിൻ പറയുന്നുണ്ട്, നീ അപ്പാർട്ട്മെന്റിന്റെ കാശൊന്നും തന്നെ എനിക്ക് തരണ്ട. ആകെ നീ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഈ കുഞ്ഞിന്റെ മേല് നിനക്കൊരു പെറ്റേണൽ റൈറ്റ്സ് ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒപ്പിട്ട് തരണം. എനിക്ക് ഡിവോഴ്സും തരണം. എന്നാൽ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നാമാകട്ടെ അവളെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചു. അവളെ അടിക്കാൻ കൈയെടുത്തതും ജെയിൻ അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട്. തന്റെ സഹോദരി ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് നാമുമായിട്ട് ചേർന്ന് വഴക്കുണ്ടാക്കുന്നു. കുറെ കാലമായിട്ട് നാം തന്റെ സഹോദരിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ജെയിൻ ആകട്ടെ അവനെ അവിടെ നിന്നും പുറത്തേക്ക് പിടിച്ച് തള്ളുകയാണ്. ഇവിടെ ജീസോക്കാകട്ടെ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ലീയുടെ അച്ഛന് റിട്ടയർമെന്റിന് ശേഷം എന്ത് ജോലിയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. നല്ല എന്തെങ്കിലും ജോലി അയാൾക്ക് കൊടുക്കണമെന്നാണ് ജീസോക്ക് പറയുന്നത്. ലീയുമായിട്ടുള്ള എന്റെ പ്രശ്നങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. അവളെ പെട്ടെന്നൊന്നും എനിക്ക് തിരിച്ചു കിട്ടുമെന്നും തോന്നുന്നില്ല. എന്താണെങ്കിലും അവളുടെ അച്ഛന് നല്ലൊരു പൊസിഷൻ കൊടുക്ക്. ബാക്കിയൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളാമെന്നാണ് കോണിനോട് ജീസോക്ക് പറയുന്നത്. ജീസോക്ക് എന്തൊക്കെയാ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാകട്ടെ ലീയും ജീഹുവും ഒരുമിച്ചുള്ള ഫോട്ടോസും ജീഹു അവന്റെ മകന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസും എല്ലാം തന്നെ എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് എന്തോ പ്ലാൻ ചെയ്യുകയായിരുന്നു ജീസോക്ക്. ഇവിടെ ലീയും ജീഹു ആകട്ടെ യൂനുവിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും ചേർന്നിട്ട് ഏതോ പാർക്കിലേക്ക് പോകുന്നു. ആ സമയത്ത് ജീസോക്കാകട്ടെ ലീയുടെയും ജീഹുവിന്റെയും ജീഹുവിന്റെ മകന്റെയും ഫോട്ടോസ് എല്ലാം തന്നെ ലീയുടെ അച്ഛന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നുണ്ട്. എന്നാൽ അയാൾ അപ്പോൾ ബിസി ആയിരുന്നത് കാരണം ആ ഫോട്ടോസ് അപ്പോൾ നോക്കുന്നില്ല. പിന്നീട് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെക്കുന്നു. ഇവിടെ യൂനുവിന്റെ കൂടെ ലീയും ജീഹുവും ചേർന്നിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ഒരുപാട് നേരം കളിക്കുകയും പ്രോഗ്രാമുകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. യൂനു കൂടുതൽ ലീയോട് അടുത്തിരുന്നു. അവർ 3 പേരും ചേർന്നിരുന്ന ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ലീ ആകട്ടെ ജീഹുവിനോട് പറയുന്നുണ്ട്, ഈ സെൽഫിയും ഫ്രെയിം ചെയ്തിട്ട് നിന്റെ ബെഡിന്റെ അടുത്ത് വെക്കണമെന്ന്. അത് കേട്ട് ജീഹു ആകട്ടെ അവളെ വല്ലാത്തൊരു രീതിയിൽ നോക്കുകയാണ്. അവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ലീ ആകട്ടെ ഓടിപ്പോയി യൂനുവിന്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് യൂനു ഓടി വന്ന് ജീഹുവിന്റെ അടുത്ത് സംസാരിക്കുന്നു. യൂനു അവനോട് ചോദിക്കുന്നത് എങ്ങനെയായിരുന്നു, മിസ് ലീ എന്നോട് ചോദിച്ചു അവരെന്റെ അമ്മയാകുന്നതിൽ എനിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. എന്നിട്ട് നീ എന്താ ഉത്തരം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ യൂനു പറയുന്നുണ്ട്, ഞാൻ എസ് എന്ന് പറഞ്ഞു എന്ന്. എനിക്ക് ലീയെ എന്റെ അമ്മയായിട്ട് വേണം. ശരിക്കും ഇതെല്ലാം കേട്ടപ്പോൾ ജീഹുവിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ശരിക്കും അവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ പ്രപ്പോസ് ചെയ്തതായിരുന്നു. അതിനവൾക്ക് ജീഹുവിന്റെ സമ്മതം മാത്രം പോരാ, യൂനുവിന്റെ സമ്മതം വേണമായിരുന്നു. യൂനുവിന്റെ അമ്മയാകാനുള്ള പെർമിഷൻ യൂനു അവൾക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജീഹുവിന്റെ ഭാര്യയായ മാത്രം മതി. നീ ശരിക്കും പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണോ എന്ന് ജീഹു വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അതേന്ന് അവൾ പറയുന്നുണ്ട്. അത് ജീഹുവിന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്കിനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കിപ്പോ തന്നെ ഒരുപാട് വയസ്സായി, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാമെന്നാണ് അവള് പറയുന്നത്. അത് കേട്ടുന്ന സന്തോഷത്തോടു കൂടി ജീഹു ആകട്ടെ അവളെ കെട്ടിപ്പിടി
പിടിക്കുന്നു. അതേസമയം തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ നമ്മുടെ ലീഡ് അച്ഛനാകട്ടെ ആ ഫോട്ടോസ് എടുത്ത് നോക്കുന്നുണ്ട്. അയാൾ ആകെ ഷോക്കായി. അതിനെപ്പറ്റി ലീഡ് അമ്മയോട് അയാൾ ചോദിച്ചെങ്കിലും അവർ തനിക്ക് അറിയാവുന്ന ഭാവമൊന്നും തന്നെ കാണിച്ചില്ല. ദേഷ്യത്തിൽ അയാൾ ലീയെ വിളിക്കാൻ തുടങ്ങിയെങ്കിലും അയാളുടെ വൈഫ് പറയുന്നുണ്ട് തൽക്കാലം ഇപ്പൊ അവളെ വിളിക്കാൻ നിൽക്കണ്ട എന്ന്. ആ ടൈമിൽ യൂനുവിന്റെയും ജിഹുവിന്റെയും കൂടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരികയായിരുന്നു ലീ. അവളുടെ അച്ഛൻ കാണാതെ അവളുടെ അമ്മയാകട്ടെ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന്. ഇനി നീ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുന്നതാ നല്ലത്, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ നിന്നെ വെറുതെ വിടില്ല. അത് കേട്ട് ശരിക്കും ലീ പേടിച്ചു. അവിടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.